എനിക്കൊരു നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന റെസിപ്പി ആട്ടോ ഇത്. ഞാൻ അഹമ്മദനഗറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാക്കുന്ന ഒരു ഇതായിരുന്നു. ചപ്പാത്തിക്ക് ബെസ്റ്റ് ആണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ നമുക്ക് വീഡിയോ ഫുൾ കാണണം. അപ്പം എൻ്റെ കിച്ചണിലേക്ക് നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ, കഴിഞ്ഞ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലുതായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞിടാം. കുക്കറിലാണ് നമ്മൾ വേവിക്കുന്നത്. ഒത്തിരി ചെറിയ പീസാക്കണ്ട. അങ്ങനെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഉരുളക്കിഴങ്ങ് നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്താ പറയുക പീൽ ചെയ്ത് വെക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് കറുത്തു പോകും. ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ പോലെ കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം കേട്ടോ. അത് ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വരാനുള്ള വെള്ളം മതി. ഒത്തിരി അങ്ങ് വെള്ളം വേണ്ട. വെച്ചിട്ട് 1 or 2 വിസിൽ മതി. അതവിടെ ഇരുന്ന് വെന്തോട്ടെ. ഇനി ഞാൻ കുറച്ച് വലുപ്പത്തിൽ തന്നെ നമ്മുടെ ബ്രിഞ്ചാളും അരിഞ്ഞു മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ സാമ്പാറിനൊക്കെ കഷ്ണാക്കത്തില്ലേ, അതുപോലെ. ബ്രിഞ്ചാൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ബ്രിഞ്ചാൾ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് മല്ലിയിലയുണ്ട്, കുറച്ച് വെളുത്തുള്ളിയുണ്ട്, 1 ഉള്ളിയുണ്ട്, സവാളയുണ്ട്, അതിൻ്റെ പേരുണ്ട്, കൊറിയാണ്ടർ ലീവ്സ് ഉണ്ട്, പച്ചമുളകുണ്ട്. 2 സ്ഥലത്ത് മല്ലിയില ഇതാണ്, ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു. മല്ലിയില നിങ്ങൾക്ക് എത്ര വേണോ അത്ര ഉപയോഗിക്കാം കേട്ടോ. ഉള്ളിയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ വഴറ്റുന്നതിന് അരിയില്ലേ, അതുപോലെ തന്നെ. പച്ചമുളകും ചെറുതായിട്ടൊന്ന് നമുക്ക് അരിഞ്ഞിടാം കേട്ടോ. 4ആയിട്ട് കീറിയിട്ടാൽ മതി. 1 വിസിൽ അടിച്ചിട്ടുണ്ട്. ഞാൻ ക്യാമറ റെഡിയാക്കി കൊണ്ടുവന്നിട്ട് വിസിലടിച്ചത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. ഇനി 2ാമത്തെ വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. 2 വിസിൽ മതി. നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഇത് അടിക്കത്തില്ല, അങ്ങനൊരു ഗുണമുണ്ട്. മതി, 2 വിസിലായി. നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ വഴറ്റിയെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനങ്ങനെ കടുക് ഉപയോഗിക്കാത്ത ഡിഷാണ്. അങ്ങനെ കടുക് അങ്ങനെ സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല. നമുക്ക് കടുക് ഇട്ടില്ലെങ്കിൽ ഒരു ഇതാണല്ലോ, അതൊരു ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ കടുക് പൊട്ടിയിട്ടുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ഉണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള. എൻ്റെ കയ്യിൽ കടുക് പൊട്ടി. നമുക്കിത് നമ്മുടെ ടിപ്പുണ്ടല്ലോ, പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പോലെ കേട്ടോ. നമ്മൾ മറ്റേലും 1/2 ടീസ്പൂൺ ഉരുളക്കിഴങ്ങിൽ ഇട്ടിട്ടുണ്ടേ. ഏതാ മോനെ? അത് തീർന്നിട്ടുണ്ട് തോന്നുന്നു. അവിടെ തന്നെ ഇരുന്നോട്ട് അമ്മ എടുത്തുകളാം. അങ്ങ് ഒത്തിരി എന്താ പറയുക, അങ്ങ് വഴുത അങ്ങ് ഗോൾഡൻ കളറൊന്നും ആവണ്ട. ഈ സമയത്ത് നമുക്ക് വഴുതനങ്ങ അങ്ങനെ ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ വഴുതനങ്ങ ഒന്ന് വാടി കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. അങ്ങനെ വഴണ്ട് വരട്ടെ കേട്ടോ. കത്തിരിക്ക നല്ലപോലെ ഒന്ന് വഴണ്ട് വരണം കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പം ഇതായിട്ടില്ല, വെന്തിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. വഴുതനങ്ങ ഒന്ന് വെന്ത് കുഴയാൻ വേണ്ടി ഞാനൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങോട്ട് കുറച്ച് മതി കേട്ടോ. ഒന്ന് വെന്തോട്ടെ. നമ്മൾ വെള്ളം കുത്തി വെച്ച് വേവിക്കുക. പക്ഷെ അടച്ചു വെച്ചിരുന്ന ഒത്തിരി വെള്ളം ഊറുവേ. അതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതിന് കുരുമുളക് പൊടിയുടെ ഏരിയയാണ് കുറച്ച് മുന്തി നിൽക്കേണ്ടത് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം എരി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ നമുക്കതും കുറയ്ക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. 1 ടീസ്പൂൺ പോലെ ഗരം മസാല. നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിക്കാം.
പൊടി ഇട്ട് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ കുറവാണെന്ന് തോന്നി. ഇത് കുറച്ച് എണ്ണയുള്ള ഡിഷ് തന്നെയാണ്. ആ എണ്ണയിൽ ഇങ്ങനെ കിടക്കണം. ഇപ്പോഴും കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഗാർണിഷ് ചെയ്യാനും ഇച്ചിരി മല്ലിയില വേണം. ഇപ്പോഴാ മല്ലിയിലയുടെ ഒരു സത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കാം. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങിലും ഉപ്പ് നോക്കണേ. കാരണം ഉരുളക്കിഴങ്ങിൽ ഇനി നമുക്ക് ഉപ്പിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇതിൽ ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പം ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ക്രമീകരിക്കാം. എനിക്ക് കുരുമുളകിൻ്റെ അസ്കിത ഉള്ളതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നമ്മുടെ ബ്രിഞ്ചാൾ ഇങ്ങനെ ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉടയാണ്ട് ഞാനൊരു 2 വിസിലായപ്പോൾ നമ്മൾ നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന്, അതായത് ഒരു 5-10 മിനിറ്റ് ആയപ്പോഴത്തേന് ഞാൻ നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അധികം അങ്ങ് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ബ്രിഞ്ചാൾ പൊട്ടറ്റോ ഫ്രൈ എന്നോ കറിയെന്നോ, കറിയല്ല ഡ്രൈ ആണ്, റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി എന്താ പറയുക, നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റി വെക്കാം. സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ. ഒരു സന്തോഷത്തിന് ഇതൊരു സൈഡിൽ ഇങ്ങനെ ഇരുന്നോട്ടെ. മാറ്റി വെച്ച മല്ലിയിലയല്ലേ, അതിങ്ങനെ അവിടെ കുറച്ച് ഇട്ട് കൊടുത്തു. ഞങ്ങളുടെ ഡിഷ് തയ്യാറായിരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, തംബ്നെയിൽ ഇതെടുക്കണം, ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഒരു ബ്രിഞ്ചാളും പൊട്ടറ്റോയും കൂടെ പൊട്ടറ്റോ കിട്ടുന്നില്ലല്ലോ. ബ്രിഞ്ചാളും ഒരു പൊട്ടറ്റോ എന്തെങ്കിലും എടുക്കാം. ബ്രിഞ്ചാളും ഒരു പൊട്ടറ്റോ, അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. രണ്ടും കൂടെ തൊണ്ട കയറിപ്പോയിന്. കുരുമുളകിൻ്റെ ടേസ്റ്റും മല്ലിയില, പൊട്ടറ്റോ, ബ്രിഞ്ചാളും ചപ്പാത്തിയുടെ കൂടി ഇങ്ങനെ, ചൂട് ചപ്പാത്തി ഇങ്ങനെ നെയ്യും കൂടി ഇട്ടിട്ട് ചൂട് ചപ്പാത്തി കേട്ടോ, അതിങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിങ്ങനെ എടുത്ത്, എനിക്ക് ചപ്പാത്തി, ഞാൻ ചപ്പാത്തി എന്തായാലും ഇപ്പോൾ ഉണ്ടാക്കും. അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അടിപൊളിയാണ് ചപ്പാത്തിക്ക്. വൈറ്റ് റൈസിന് നല്ലതായിരിക്കും. നമ്മുടെ ചോറിന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ കഴിച്ചിട്ടില്ല. ചപ്പാത്തിയുടെ കൂടെയാണ് ഞാൻ എപ്പോഴും കഴിച്ചിട്ടുള്ളത്. മസ്റ്റ് ട്രൈ ചെയ്ത് നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എല്ലാവരും എല്ലാ വീഡിയോസും കാണുമെന്ന് പ്രതീക്ഷിക്കണം. ഇപ്പം ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ബെല്ലൈക്കൻ ഇങ്ങനെ അടിച്ച് പൊട്ടിക്കണം, എന്നാൽ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോസ് നമ്മൾ കാണുന്നവരെ ടാറ്റാ.